മഴക്കാലത്താണോ പണി? ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് എന്ന് പറയാനൊന്നും പറ്റില്ല, കാരണം രാത്രി ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇത് ഉറക്കം കിട്ടിയത് ഒരു പുലർച്ചയൊക്കെ ആകുമ്പോഴാട്ടോ. കാരണം മഴ പെയ്യുന്നുണ്ട്, നല്ല നിലയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടാണ്. ഇന്നലെ മൊത്തം വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ കാത്തുമ്മയ്ക്ക് ഓർക്കണ്ടായിട്ടില്ല, ഏട്ടനും ഓർക്കണ്ടായിട്ടില്ല, എനിക്ക് ഓർക്കണ്ടായിട്ടില്ല. ഭയങ്കര കാറ്റും മഴയും. കറണ്ട് സ്റ്റാർട്ടിങ്ങിലുണ്ട്, ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ കറണ്ട് പോയി. മഴയുള്ളതുകൊണ്ട് എനിക്ക് സ്റ്റെപ്പൊന്നും ഇറങ്ങിയിട്ട് വീട്ടിൽ പോകാനും പറ്റില്ല, കാരണം സ്റ്റെപ്പ് വഴുക്കലുണ്ട്. ഇനി വെള്ളം നനയുമ്പോൾ വഴുക്കലായിട്ട് നിൽക്കുക. അപ്പം ഇനി വീഴുമോ എന്നുള്ള പേടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാനും പറ്റണില്ല. ഇവിടെ കറണ്ടും ഇല്ല. മഴയെങ്കിലും കുറഞ്ഞ് പോവാന്ന് വിചാരിച്ചു, മഴയും കുറഞ്ഞിട്ടില്ല. ആകെ പെട്ട അവസ്ഥയാണ്, ഉറക്കം കിട്ടാതെ. അയ്യോ, എനിക്ക് തോന്നുന്നു ഞാൻ കുറേ വർഷങ്ങളായിട്ട് കറണ്ട് പോയിട്ട് കിടന്നുറങ്ങുന്ന സിറ്റുവേഷൻ അറിഞ്ഞിട്ടില്ല. പണ്ടൊക്കെ അച്ഛൻ ഗൾഫിലുള്ള ടൈമിൽ വീട്ടിൽ ഇൻവെർട്ടർ ഒന്നുമില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അമ്മയും എൻ്റെ അനിയത്തി അമ്മാമ്മയെ കൂടിയിട്ട് ഹാളിൽ ഒന്ന് കിടക്കും. ജനലൊക്കെ തുറന്നിട്ടിട്ട് ഹാളിൽ ഒന്നെടുക്കും കാറ്റിന് വേണ്ടിയിട്ട്. ഹാളിൽ നിലത്ത് പായ വിരിച്ചിട്ട് കിടക്കുക, അല്ലെങ്കിൽ വെറുതെ ചൂടെടുത്തിട്ട്. എനിക്ക് തോന്നുന്നു അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞതിൻ്റെ ഒരു ഓർമ്മയിൽ ഫ്രണ്ട് ഡോർ തുറന്നിട്ടിട്ട് അവർ കിടന്നുണ്ട് ചൂടെടുത്തിട്ട്. ഇത്രയും ചൂടുണ്ട്. അങ്ങനത്തെ കുറേ കാലഘട്ടമൊക്കെ നമ്മളെ ഓർമ്മയിലുണ്ട് കേട്ടോ. കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ആളിൽ വന്നെടുക്കുക, ജനലൊക്കെ തുറന്നിടുക. പിന്നെ അച്ഛൻ നാട്ടിൽ വരുമ്പോഴേക്കും നമ്മൾ ഇൻവെർട്ടർ വെച്ചു. ഏകദേശം നമുക്കൊന്ന് ഉറക്കം കിട്ടാനുള്ള ടൈം വരയ്ക്ക് നമുക്ക് ഇൻവെർട്ടറുമ്പോൾ ഉറങ്ങിപ്പോവും. പിന്നെ രാവിലെ ആകുമ്പോഴേക്ക് ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം കുറച്ചേരൊക്കെയാണ് കറണ്ട് പോയിട്ട് ചൂടൊക്കെ. അപ്പോഴേക്കും ഒരു പുലർച്ചയായി കഴിഞ്ഞാൽ നമ്മൾ ആ ചൂടറിയാതെ, നമ്മൾ കറണ്ട് പോയാലും നമ്മൾ അറിയാതെ കിടന്നുറങ്ങിപ്പോകലാണ് ഇന്നത്തെ പതിവ്. അപ്പം എനിക്ക് ശരിക്കും ഇന്നലെ മൊത്തം എൻ്റെ പണ്ടത്തെ കാലഘട്ടങ്ങൾ ആലോചിക്കായിരുന്നു. കാരണം ഉറക്കം കിട്ടുന്നില്ല, ചൂടെടുത്തിട്ട്. ഏട്ടനൊക്കെ ഡ്രസ്സൊക്കെ ഒരു ട്രൗസർ മാത്രം ഇട്ടിട്ട് കിടന്നുറങ്ങണം. പിന്നെ കാത്തുമ്പോൾ വരുമ്പോഴേ ഉറങ്ങിയിട്ട് വന്നുകൊണ്ട് ഞങ്ങളെ ഡ്രസ്സ് ഊരി ഉണ്ടായിരുന്നില്ല. പിന്നെ എഴുന്നേൽക്കുമ്പോൾ കരച്ചില ചൂടെടുത്തിട്ട് ആളെ തൊടാൻ പോലും നമ്മൾ സമ്മതിക്കുന്നു. ആൾക്കാരുമ്പോൾ എടുത്ത് സമാധാനിപ്പിക്കുക എന്നല്ലാതെ ആൾ ഡ്രസ്സ് ഊരാനായിക്കോട്ടെ വേറെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഫുഡ് പോലും ആൾ കഴിക്കില്ല. അങ്ങനത്തെ ഒരു വ്യക്തിനെ ഡ്രസ്സ് ഊരാൻ സമ്മതിക്കില്ല. നല്ല ചൂടായിരുന്നു കേട്ടോ. ഇന്നലെ ശരിക്കും പണ്ടത്തെ കാലഘട്ടങ്ങളൊക്കെ നമുക്ക് നോർമൽ വന്നു. അമ്മയും ഞാനും അനിയത്തി മാത്രമുള്ള കാലഘട്ടമൊക്കെ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചു. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ മനസ്സിൽ വരിക. അയ്യോ, ഇപ്പോഴും കറണ്ട് വന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് അപ്പിമോൾക്കൊന്നും ഉറങ്ങിയത്, കറണ്ട് വരാതെ. ഞാനൊന്ന് ശ്രദ്ധ പോയിട്ട് കാത്തുമ്മ എഴുന്നേറ്റുണ്ടോ എന്ന് നോക്കിയതാണ്. അവിടെ എവിടുന്നോ ശബ്ദം കേട്ടോ, പക്ഷെ കാത്തുമ്മയാണെന്ന് ചിന്തിച്ചു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ നോക്കി കറണ്ട് വന്നില്ലെങ്കിൽ വീടൊക്കെ ഒന്ന് അടിച്ചുടച്ച് ഞാൻ നേരെ വീട്ടിൽ പോയിക്കും. എന്തായാലും നാളെ വർക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ രാത്രി അങ്ങോട്ട് പോവാം എന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു ഇരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം തന്നെ അടിച്ചുടച്ച് അപ്പിമുകളിൽ എഴുന്നേറ്റ് അങ്ങനെ ഞാൻ പോവും. അതായിരിക്കും ഒന്നുകൂടി ബെസ്റ്റ് എനിക്ക് തോന്നുന്നു. കാരണം ചൂടെടുത്തിട്ട് ഒന്ന് ഇരിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. പോരാത്തതിന് ഫാനും വർക്ക് ചെയ്യുന്നില്ല കറണ്ടില്ലാത്തതിന്. ഈ മോട്ടറിൽ വെള്ളം ഉണ്ടാകുമെന്നും അറിയില്ല. ഞങ്ങൾ ഈ വർക്കിന് പോയി വന്ന് അങ്ങനെ വെക്കുമ്പോൾ വെള്ളം തീർന്ന മോട്ടർ ഇടും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇട്ട് പോകാറില്ല. അപ്പോൾ ഇനി വെള്ളം ഉണ്ടോയെന്ന് ഏട്ട എഴുന്നേറ്റ് മേളിൽ പോയി നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ പഠിച്ചുറക്കാനുള്ള കാരണം തന്നെ നമുക്ക് മഴ പെയ്തിട്ട് ഇവിടുന്ന് വെള്ളം നല്ല ശക്തമായാണ്ട് അടിക്കുമ്പോൾ ഫ്രണ്ട് ഡോറിൽ തട്ടി നേരെ ഹാളിലേക്ക് വെള്ളം വരുന്നുണ്ട്. അവിടെ തന്നെ കളറിൽ തളം കെട്ടി കിടക്കും. അതെനിക്കിഷ്ടമല്ല. പിന്നെ കാത്തുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ വന്ന് ചിലപ്പോൾ വഴിക്ക് വീഴും. അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് വീടൊക്കെ അടിച്ചുടച്ചിട്ട് അടിച്ചോട്ടെ കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് പോലും. ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നാലും വേറെ പണി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഓടിയിട്ട് അടിച്ചുടച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുളിക്കിൽ എന്തായാലും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നല്ല ഉണ്ടാവും എനിക്ക് അറിയില്ല. അതുതന്നെയാണ് ഈ കാര്യം. പിന്നെ ഇന്നലെ ഫുഡ് കഴിച്ചിട്ട് ഇന്നലെ ഞങ്ങൾ എങ്ങോട്ടാ പോയി.
ഇന്നലെ നമുക്ക് നാളെ നമുക്കൊരു കല്യാണമുണ്ട്. കല്യാണമല്ല, മനസ്സമ്മതം ഉണ്ട്. എനിക്ക് വർക്കുണ്ട്. അപ്പോൾ നാളേക്കുള്ള ചുരിദാർ എടുക്കാൻ വേണ്ടി പോയി. അതിന് റിലയൻസിൽ പോയി ചുരിദാറൊക്കെ എടുത്ത് അവിടെ നിന്ന് തൃശ്ശൂർ പോയിട്ട് ഉണ്ണികൾക്കുള്ള ബാഗിൻ്റെ കുറച്ച് സാധനങ്ങളുടെ കാര്യങ്ങളുണ്ടായിരുന്നു, മേടിക്കാനും കാര്യങ്ങളൊക്കെ മേടിച്ചത് മാറ്റാണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി മാറ്റി പിന്നെ അമ്മയുടെ മാമൻ്റെ വീട്ടിൽ പോയി വീടെത്തി. ഇപ്പോൾ 2 മണിയുണ്ട്. വീടെത്തി. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ 2 മണിയായി. വീടെത്തുമ്പോൾ 12 മണിയൊക്കെ. അപ്പോൾ വീട്ടിൽ ഷവായി മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഷവായി കഴിക്കാത്തനും ഏട്ടനും അത് കഴിച്ചില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ വന്ന് തട്ടുകടയിൽ നിന്ന് വെള്ളയപ്പം, ബീഫ് കറി, ചിക്കൻ വറുത്തൊക്കെ മേടിച്ച് നേരെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമ്പോഴേക്കും കറണ്ടൊക്കെ പോയി. പിന്നെ ടോർച്ചൊക്കെ എത്തിച്ച് ഫുഡ് കഴിച്ചു. ആ പ്ലേറ്റ് കൊണ്ട് വയ്ക്കാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. കാരണം മഴ പെയ്യുന്നുണ്ട്. ഇടിവെട്ട് ചെറുതായിട്ടുണ്ടായിരുന്നു. ഇതൊന്നും മഴ പെയ്യുന്നതിൻ്റെ ആ കാറ്റ് ശരിക്കും ഉണ്ണി ഒറ്റയ്ക്കല്ലോ ഇഷ്ടത്തെ. അപ്പോൾ അവിടെ എഴുന്നേറ്റ് പേടിക്കുന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ കറണ്ട് പോയില്ലെങ്കിൽ തന്നെ ഞാൻ രാത്രി ആകുമ്പോൾ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏട്ടൻ പറഞ്ഞു നമുക്ക് പോയി കെടുക്കാം, നാളെ വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ച് കൈ കഴുകി പോയി കിടന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നൊക്കെ സെറ്റാക്കി അപ്പോൾ ഞാൻ അടുക്കളയിൽ കൊണ്ട് പാത്രമൊക്കെ തൊട്ടിയിൽ കൊണ്ടിട്ടു, വേസ്റ്റ് കളഞ്ഞ്. ഇങ്ങനെ അടിച്ചുടക്കലും കാര്യം നോക്കാം. ഞാൻ അപ്പേൻ്റെ മോളെയും കാണിച്ചതാട്ടാ. രാവിലെ എഴുന്നിട്ട് ആദ്യത്തെ പരിപാടി ഫ്രണ്ടിലത്തെ ഡോർ തുറക്കുക എന്നുള്ള കേട്ടോ. തുറന്നിട്ട് വേണമെങ്കിൽ അവിടെ എന്തൊക്കെയാ കോലം നോക്കാൻ. കാരണം അവിടെ കാക വെള്ളം പോയി. എനിക്കാണെങ്കിൽ ഇങ്ങനെ ടൈലോ വീടൊന്നും എവിടെയെങ്കിലും ചീഞ്ഞെളിഞ്ഞ് കിടക്കണ പോലെ കിടക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷെ കണ്ടോ നമ്മളെ സെറ്റൗട്ടിൽ ഫുള്ളും വെള്ളാട്ടാ. അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ പൊക്കിയിട്ടാണ് അങ്ങോട്ട് കിടക്കും തന്നെ. എനിക്ക് ഡ്രസ്സ് നനഞ്ഞാലൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരാളാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് മഴ പെയ്യുന്നതൊക്കെ ഞാൻ നോക്കി. എനിക്ക് മഴ പെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ മഴയത്ത് കളിക്ക് ഇഷ്ടമാണ്. പക്ഷെ അല്ലാതെ നമ്മൾ എന്തെങ്കിലും വേറെ വല്ല പണിത്തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡ്രസ്സ് നനയുന്നതോ വീണ്ടും അവിടെ വെള്ളം കെട്ടിക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമില്ലാത്തൊരാളാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്നിരുന്നു. പിന്നെ ഞാൻ മാക്സിക്ക് വേഗം പൊക്കി പിടിച്ചിട്ടാണ് ഞാൻ ആളിലേക്ക് പോകുന്നത്. അപ്പം എൻ്റെ ഫസ്റ്റത്തെ പരിപാടി വീടൊക്കെ അടിച്ചുടയ്ക്കുക എന്നുള്ളതാട്ടോ. അപ്പം ഞാൻ നേരെ റൂമിലേക്ക് വന്നോക്കിയപ്പോൾ അപ്പയും മോളും നല്ല ഉറക്കം. പിന്നെ ഞാൻ ഉറങ്ങിക്കോട്ടെ വെച്ചു. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ അടുത്ത പരിപാടി അമ്മേനെ വിളിക്കാമെന്നാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് എൻ്റെ ആദ്യത്തെ പരിപാടി അമ്മേനെ വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മേനെ വിളിച്ചപ്പോൾ അവിടെയും കറണ്ടൊക്കെ പോയിരുന്നു. പക്ഷേ ഇൻവെർട്ടറിലാണ് അത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചായ കുടിക്കാണ്ടിട്ട് പൊയ്ക്കൊക്കെയാന്നൊക്കെ അങ്ങനെ പറഞ്ഞു. എനിക്കുള്ള വേഗം മേടിച്ചു. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് വരാം. ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടെ ഭയങ്കര കറണ്ട് പോക്കാണ്. ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മോട് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞു. ഞങ്ങൾ എന്നും കാണുമെങ്കിലും എപ്പോഴും വിളിക്കുമെങ്കിലും പക്ഷെ വിളിച്ചാൽ കുറേ നേരം വർത്താനം പറയുന്നുണ്ടാവും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അതും 100-ൽ കൂടുതലും കാത്തുൻ്റെ കേസായിരിക്കും. എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ചോദിക്കുക കാത്തുമ്മയുടെ കാര്യമാണ്. അങ്ങനെ ഓരോന്നൊക്കെ വർത്തമാനം പറഞ്ഞു. കാത്തുമ്മനെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറേ പണികളുണ്ട്. അവളെ എഴുന്നേക്കും, ഞാൻ അവിടെ പോയെന്നുണ്ട് ഞാൻ കാണിച്ചു കൊടുത്തില്ല കേട്ടോ. അവളെ എഴുന്നേറ്റ് ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾക്ക് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഡോറിൻ്റെ സൈഡ് കൂടെ ആളിലേക്ക് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ചു. കാരണം അടിച്ചു വരുമ്പോൾ എല്ലാം ചൂല് നനയുമല്ലോ. ചവിട്ടിയൊക്കെ നനഞ്ഞ് അത് മാറ്റിയിട്ടു. ഞാൻ എത്രാമത്തെ ചവിട്ടിയെന്ന് പറയും. മഴക്കാലം വന്നപ്പോൾ മാറ്റുന്നത് എല്ലാം നനയുക, കൊണ്ട് മാറ്റി വയ്ക്കുക, കഴുകുക, വീണ്ടും ഇടുക, വീണ്ടും ഉണങ്ങുക, വീണ്ടും നനയുക, അതന്നെ പരിപാടി. പിന്നെ എന്താ നമ്മളെ കാത്തുമ്മ ഓരോന്ന് കഴിച്ചിട്ട് സെറ്റിമ്മ ഓരോരൊക്കെ തേച്ച് വയ്ക്കും. അപ്പം അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കി അടിച്ചു വരുന്നുണ്ട്. എനിക്കിങ്ങനെ വല്ല പണികളൊക്കെ ചെയ്യണമെങ്കിൽ കാത്തുമ്മ ഉറങ്ങുന്ന ടൈമായിരിക്കണം, അല്ലെങ്കിൽ കാത്തുമ്മ സമ്മതിക്കില്ല. ഞാൻ എന്തെങ്കിലും തുടക്കിയെടുത്താൽ വേറെ 2-3 പേപ്പറോടും തുടക്കാൻ എടുക്കും. പിന്നെ ഞാൻ അടിച്ചോര് പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം കരടാക്കും. അതുകൊണ്ട് അവൾ ഉറങ്ങുമ്പോഴാണ് ഞാൻ ഇങ്ങനെ വല്ല പരിപാടികളൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ വേഗം അടിച്ചു വരുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടി ഇഷ്ടം ബ്രഷ് ആട്ടോ. കാരണം എനിക്ക് നടുവേദന ഉള്ളതുകൊണ്ട് തന്നെ ചൂലുകൊണ്ട് അടിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നടുവേദനിച്ച് വയ്യാതെയാണോ പോലെയാണ്. പക്ഷെ ബ്രഷ് കൊണ്ട് അടിച്ചു വരുമ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ എല്ലായിടും അടിച്ചൊരു വൃത്തിയാക്കി. വല്ലാതെ കരടോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഞാൻ എന്നും മാക്സിമം എല്ലാ ദിവസവും ഞാൻ അടിച്ചുടയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ കരടൊന്നുമില്ല. പിന്നെ ഉള്ള ചെറിയ ചെറിയ കരടുകളും കാര്യങ്ങളൊക്കെ ഞാൻ അടിച്ചൊരു വേഗം മാറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ കാത്തുമ്പോൾ ഒരു 10 മിനിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പേപ്പർ കൊണ്ട് വരുന്നതും അതിടുന്നത് അങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് ഇട്ട് വയ്ക്കുന്നതാട്ടോ. അപ്പം ഞാൻ പതുക്കെ നമ്മളെ റൂം അടിച്ചു വരികയാണ്. വെളിച്ചത്തിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടാവും. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ആയിരിക്കും 2 സെക്കൻഡ് വരും പോവും അങ്ങനെയായിട്ടാണ്.
അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചൊന്നും ലൈറ്റൊന്നും ഇട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം വന്നിട്ടില്ല, ഇത് കഴിഞ്ഞ് തുടയ്ക്കുന്ന ടൈമിലാണ്ടാണ് കറണ്ട് വന്നത് തന്നെ. കണ്ട ഏട്ടൻ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ട്രൗസറും മാത്രം ഇട്ടിട്ട് കിടന്ന് ഉറങ്ങുന്നത്, കാരണം ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റാതെ. അതിന് ഞാൻ കാത്തുമ്മനെ എഴുന്നേൽപ്പിക്കാതെ റൂം അടിച്ചൊരു മാറ്റി. അപ്പം ഞാൻ പതുക്കെ മേശയുടെ കസേരയൊക്കെ മാറ്റി അവിടെയൊക്കെ അടിച്ചു വരുന്നുണ്ട്. എനിക്ക് മരത്തിൻ്റെ കസേരയായപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പണി തോന്നിയത് ഇങ്ങനെ കാര്യമാട്ടാ. എന്ന് ഈ കസേരയൊക്കെ മാറ്റിയിട്ട് അടിച്ചു വരിക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല വെയിറ്റുള്ള കസേരയാണ്. നമ്മളെ പണ്ടത്തൊക്കെ കസേര ആകുമ്പോൾ സിമ്പിളായിട്ട് എടുത്ത് അങ്ങോട്ടൊന്നും മാറ്റാനൊക്കെ പറ്റും. ഇത് 2 കൈ കൊണ്ട് പൊക്കിയിട്ടൊക്കെയാണ് ഓരോന്ന് ചെയ്യാൻ. ഞാൻ എല്ലാവരും അടിച്ചു വരി വൃത്തിയാക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് കുറച്ച് മുടി കൊഴിച്ചിലുണ്ട്, എന്താ കാര്യം എന്നറിയില്ല. ഇത്ര നാളേക്ക് അതിന് മുടി കൊഴിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആകെ മുടിയാണ് മെയിനായിട്ട് കിടക്കുന്നത്. പിന്നെ ഞാൻ അങ്ങനെ എല്ലാവരും അടിച്ചു വരിയിട്ട് ഞാൻ തുടയ്ക്കാൻ വേണ്ടി വന്ന വീഡിയോ ഇട്ടത്. പിന്നെ ഇടയിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ നമ്മളെ കാത്തും എഴുന്നേറ്റിട്ടുണ്ട്. അവൾക്ക് നമ്മളെ കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എഴുതും കാത്തുമ്മനെ സെറ്റാക്കിയിട്ട് അതിൻ്റെ ഏൽപ്പിച്ച് ഞാൻ അപ്പുറത്തെ റൂം തുടയ്ക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് അവിടെ കലണ്ടർ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിക്കണു എന്നും ചക്കമ്മരും പിറന്നാൾ എന്നാണെന്ന് നോക്കാൻ. കാരണം June 19 അവളെ ബർത്ത്ഡേയും June 20 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഡേറ്റ് മാത്രമേ അറിയുള്ളൂ, നാളും നോക്കിയിട്ടില്ല ഇതുവരയ്ക്ക്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി കലണ്ടർ എടുത്തതാണ്. അപ്പോൾ നോക്കിയപ്പോൾ June 23 ചക്കമ്മേരെ പിറന്നാളും July 5 എൻ്റെ പിറന്നാളാണ് വരുന്നത്. നമ്മൾ ഈ ഡേറ്റ് എല്ലാം നോക്കണ ആൾ ഈ പ്രാവശ്യം ഞങ്ങൾ ബർത്ത്ഡേക്ക് ഡേറ്റും നോക്കുക ആൾ നമ്മളെ കൂടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. എല്ലാം പ്രാവശ്യം അല്ലെങ്കിൽ അവളാണ്. അപ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേ ഇന്നാണ്, പിറന്നാൾ ഇന്നാണ്, എല്ലാവരും പിറന്നാളെല്ലാം ഓർത്ത് വെച്ച് നോക്കി പറയണ വ്യക്തി അവളാട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അവൾ പറയാൻ വരാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്നെ നോക്കി. എന്നിട്ട് ഞാൻ അമ്മേനെ വിളിച്ച് പറഞ്ഞു, അമ്മ ചക്കമ്മേരെ പിറന്നാൾ വരുന്നത് June 23 എൻ്റെ പിറന്നാൾ July 5 ഏട്ടൻ പറയുന്നുണ്ട് ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് ഡേറ്റിനും മതിയെന്ന്. എന്നോട് ചോദിച്ചു ഇതിലാഘോഷം വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും വേണ്ട, നമുക്ക് എന്തിനപ്പോൾ വെറുതെ കാശിച്ചാലോ, നമ്മൾ വീട് പണി ഓരോന്നൊക്കെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തിനാന്ന് വെച്ചിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല. പറഞ്ഞു എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്ന നമുക്ക് June 20 കട്ട് ചെയ്യാനൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ തീരുമാനമൊക്കെ മാറുമോ എനിക്കറിയില്ല. എന്തായാലും നാളിൻ്റെ അന്ന് എനിക്ക് അമ്പലത്തിൽ പോകണം, അത് നിർബന്ധമാണ്. പിന്നെ അതാ ഞാനും കാത്തുമ്മയും കൂടി മിച്ചറും പഴം കഴിക്കട്ടെ. ഇത് ഞാൻ ചെറുപ്പം തൊട്ടേ കഴിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിച്ചറും പഴം കഴിക്കാൻ. നിങ്ങളെല്ലാവരും കഴിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ പഴം മിച്ചറിൽ കുഴച്ച് കഴിക്കും. ചിലർക്ക് ഇത് അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വന്നവർക്ക് ചിലർ കമൻറ്റ് ചെയ്യണം കാണാം. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ. ഇതെൻ്റെ ഭർത്താവായി അവന് ഇഷ്ടമല്ല, പക്ഷേ കാത്തുമ്മ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലെല്ലാവരും കഴിക്കും. ഇപ്പോൾ കുണുക്കനായിക്കോട്ടെ, കുണിക്കായിക്കോട്ടെ, കുഞ്ഞനായിക്കോട്ടെ, അമ്മയായിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കുന്ന ആൾക്കാരാണ്. മിച്ചറും പഴം, അത് പഴം പുഴുങ്ങിയതാണേലും കഴിക്കും, പച്ചപ്പഴമാണേലും ഇങ്ങനെ കുഴച്ച് കഴിക്കും. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീണ്ടും എൻ്റെ പണിയിലേക്ക് കിടന്നു തുടയ്ക്കാൻ. അപ്പം അതിന് ആളും അടക്കളയും മാത്രമല്ല കേട്ടോ, ബാക്കിയൊക്കെ ഞാൻ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടൻ അവിടെ കാത്തുമ്മയ്ക്ക് മിച്ചർ കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ എന്തോ പണി പറ്റിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇരിക്കാത്തത്. അവളപ്പിട്ട് കഴിഞ്ഞാൽ ഇരിക്കില്ല കേട്ടോ. അവൾ പിന്നെ അത് കഴുകണം, അവർക്ക് ഇരിക്കില്ല, ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ഇരിക്കുന്നത്. എൻ്റെ ഇടയിൽ മിച്ചറും പഴം കഴിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും വീടൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അതാ ഞാനങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സ്ഥലമായിട്ട് തുടയ്ക്കുന്നുണ്ട്. ഞാൻ അത്രയും പെട്ടെന്ന് എൻ്റെ പണികൾ മൊത്തം തീർക്കാറില്ല. പക്ഷെ ഇന്ന് പൂവാളുകൊണ്ടൊക്കെയാണ് ഞാൻ വേഗം 1 മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ നമ്മൾ പണി തീർക്കാൻ നോക്കുന്നത്. ഈ പിള്ളേരുടെ വീട്ടിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും തിന്ന് നിലത്ത് പരത്തും, അത് ഉണങ്ങി കഴിഞ്ഞാൽ ഓരോ പാടാണ്. നമ്മൾ ഈ തുടയ്ക്കുമ്പോൾ അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. മഴക്കാലടുത്താണോ പാടി കാത്തു? കളിച്ചത് വായോ അപ്പേത് മോളൊന്ന് കുളിപ്പിക്കാൻ പറഞ്ഞാട്ടാ. കുളിപ്പിച്ച് അവസാനം കുട്ടി ബക്കറ്റിൽ കയറി ഇരുന്നുണ്ട്. ഒരിക്കൽ ഇത് ഇരുത്തിയതാ, പിന്നെ അവിടെ വരാതെ ഞാൻ പരിപാടി നിർത്തിയത്. ഇതെപ്പോ വരാനാണോ എന്തോ. വാ ചക്ക വാ ഏട്ടാ, മോളടുത്ത് എനിക്ക് പണിയുണ്ട്. അതാ മുങ്ങി ദുഷ്ട. നീ
തൊടയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നേരെ അടുക്കളയ്ക്ക് വന്നു. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കാത്തുമ്മ അവിടെ ബാത്റൂമിൽ തന്നെ കേട്ടോ. കാത്തുമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ വേഗം പാത്രങ്ങളെല്ലാം മോറി സെറ്റാക്കുന്നുണ്ട്. അവൾ കാത്തുമ്മരെ പാലും കുപ്പിയും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ചേച്ചി കാത്തുമ്മരെ പാലുകൂടി ഇത്രയും പെട്ടെന്ന് നിർത്തണേന്ന്. എൻ്റെ കാര്യം ഞാൻ എന്തായാലും ഇപ്പം പറയുന്നില്ല, വഴിയെ ഞാൻ പറയട്ടെ എൻ്റെ കാരണം. പിന്നെ അത് അവിടെ ഭയങ്കര മഴയാണ്, അതിൻ്റെ ശബ്ദം വരുന്നുണ്ടാവും എനിക്കറിയാം. കാരണം ഇത്രയും വലിയ ശബ്ദം കേൾക്കാതിരിക്കില്ല, ഒരു പക്ഷേ എൻ്റെ കാട്ടും വലിയ ശബ്ദമാണ് അതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ അവളെ പാലും കുപ്പിയും എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകുന്നതിൻ്റെ ഇടയിൽ നമ്മളെ കറണ്ട് പോയി. കണ്ട, ഒരു 5 മിനിറ്റ് കറണ്ട് ഉണ്ടെങ്കിൽ 1 മണിക്കൂർ കറണ്ട് ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താണോ ഇങ്ങനെ? ഇപ്പോൾ വല്ലാതെ മഴയൊന്നും ഇല്ല, പക്ഷേ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്താടെ കപ്പ കറണ്ട് പോട്ടാ. ഇനി ഇൻവെർട്ടർ മേടിച്ച് വെക്കണമെന്ന് അങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാൾ. ഞാൻ കറണ്ട് പോയി സത്യത്തിൽ രാത്രിയാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങില്ല. അവൾക്ക് അപ്പയും മോളും എന്തൊക്കെയോ എടുത്ത് കൊടുന്ന് വെക്കുന്നൊക്കെ ഉണ്ട്. അപ്പയും മോളും അവിടെ അവിടെ ഒതുക്കലും വൃത്തിയാക്കലൊക്കെയാണ്. അപ്പോഴേക്ക് ഞാൻ അടുക്കളയ്ക്ക് തുടച്ചു. അവിടെ പ്രത്യേകിച്ച് വൃത്തികേടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നലെ കഴിച്ച പാത്രങ്ങൾ കഴുകുക അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അടുക്കളയിൽ വൃത്തിയാക്കി കയറി കഴിഞ്ഞാൽ പാതിമുറ എല്ലാം തുടച്ച് വൃത്തിയാക്കും കേട്ടോ. പിന്നെ ഞാനിന്ന് കാലത്ത് എഴുന്നേറ്റപ്പോൾ എന്നെ കുറച്ച് തുണികൾ തിരുമ്പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വന്നപ്പോൾ അതൊക്കെ ഞാൻ തോരയിടുന്നുണ്ട്. പക്ഷേ കാര്യമില്ല കേട്ടോ, ഇവിടെ ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം തെറിക്കുന്നുണ്ട് മഴ പെയ്യുമ്പോൾ. എന്നിട്ട് ആ ഒരു ബാക്ക് സൈഡിൽ ഫുള്ളും വെള്ളമാവുന്നുണ്ട്. അതേപോലെ മേളിലിരിക്കുന്ന ചട്ടിയും ഐറ്റംസൊക്കെ ഒരു നല്ല കാറ്റ് വീശി നേരെ താഴ്ത്തി വീഴും. അതേപോലെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്ന കാണാം. പിന്നെ ഇതൊക്കെ ഒതുക്കലാണ് ഞങ്ങൾ മെയിൻ പരിപാടി. എളുപ്പമല്ല കേട്ടോ, മഴക്കാലം എനിക്ക് ഇത്ര വലിയ പണിയാണോ തന്നെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. 1 മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് പണിയാണ്. അങ്ങനെ ഏകദേശം തുണികളെല്ലാം തോരിട്ടതിന് ശേഷം ഒരു കൊട്ട തുണികൾ തിരുമ്പാനും ഉണ്ട്. നമ്മൾ ഈ വർക്കായിട്ട് അങ്ങോട്ട് പോയി ഇവിടെ വരുമ്പോൾ ആ 2 ഡ്രസ്സായിട്ട് ഞാൻ തിരുമ്പാടാറില്ല. 2-3 ദിവസത്തെ ഡ്രസ്സ് ഒറ്റയടിക്കാട്ടെ തിരുമ്പാറ്. ഒന്നാമത്തോടെ വെള്ളം കുറവാണ്. പിന്നെ വാഷിംഗ് മെഷീനിൽ കഴിയുമ്പോൾ അത്യാവശ്യം വെള്ളം വേണം. അപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു 2 ദിവസം 3 ദിവസത്തെ ഡ്രസ്സൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് കഴുകുക. പിന്നെ കാത്തുമ്മരെ കുറേ ഡ്രസ്സ് ഉണ്ടാവും. ആൾക്ക് എപ്പോഴും ഞാൻ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കുമെങ്കിലും ആൾ എന്തെങ്കിലും കഴിച്ചിട്ട് ആൾ ഉടുപ്പും തന്നെ ഫുഡ് എന്തെങ്കിലുമൊക്കെ ആക്കും. പിന്നെ എപ്പോഴും ആൾക്ക് കുറേ ഡ്രസ്സും മറിയതുണ്ടാവും കേട്ടോ. ഏറ്റവും കൂടുതൽ ഈ കൂട്ടത്തിൽ അവളുടെ ഡ്രസ്സായിരിക്കും. ഓയ് ഉമ്മ ഇപ്പം വരാട്ടാ. പിന്നെ ഇതാ ഞാൻ ബാക്കിലുള്ള തുണികളൊക്കെ കഴുകാൻ ഇടുന്നുണ്ട്. കണ്ട, അവിടെ ഇവിടെ കയറ്റ് ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഒരു വാഷിംഗ് മെഷീൻ നിറയെ. അങ്ങനെ അതൊക്കെ കഴുകാട്ടു. ഏകദേശം എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ വീട്ടിൽ കറണ്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. വീടൊക്കെ അടിച്ചുടച്ചിട്ടു, തിരുമ്പി, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ പാത്രം കഴുകി ഇറക്കലൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. കുളിച്ചിട്ട് പോലും ഇല്ല. ഇതിന്റെ ഗുണം മനസ്സിലായ എന്താ? അടുത്ത് വീടുണ്ടായാല് അത് അങ്ങനെ തന്നെയാണ്. നമുക്ക് പോവാനൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതിനൊരു ബലം തന്നെയാ. അത് ഞങ്ങൾ കുളിച്ചൊന്നുമില്ല, ഞങ്ങൾ നേരെ പോന്നു. പിന്നെ വീട്ടിലേക്ക് വരുമ്പോ വല്ല ബേക്കറി എന്തെങ്കിലും മേടിക്കണമെന്ന് പിന്നെ തോന്നിയോണ്ട് ഞങ്ങൾ മേടിച്ചു. എപ്പോഴൊന്നും മേടിക്കാറത് ഇവിടേക്ക് ഷീറ്റ് ഇട്ടു. നമ്മളെ വീട്ടിൽ പരിപാടിയാണ് ഗൈസ്. പരിപാടി അവിടെ ഫുൾ ഇത് കിട്ടുന്നുണ്ട്. ബൈക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് നേരെ അവിടേക്ക് കയറാം. പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം അല്ലേ. പിന്നെ ഇതാ നമ്മളെ വീടെത്തിയപ്പോൾ കാത്തുമ്മ ആദ്യം തന്നെ അമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മാമ്മയ്ക്ക് പിന്നെ മോളിലെ കണ്ട നമ്മളാരും വേണ്ട. ഇവിടെ നമ്മൾ കാത്തുമ്മ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് അവളെ എടുക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് അവളെ എടുക്കലും അവളെ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് 100,000 പണിയുണ്ടടി ഇവിടെ. അത് നീ എന്താ ഓർക്കാത്ത? അപ്പോൾ അമ്മ ഉച്ചയ്ക്കുള്ള മീൻ വറുത്തതും ചമ്മന്തി ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എത്തുമ്പോഴേനൊരു ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം നമുക്ക് ഫുഡൊക്കെ ഞാൻ മേശയമ്മ കൊണ്ട് വയ്ക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കാത്തുമ്മയുടെ അച്ചാറും ചമ്മന്തിയും തിന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല, അവൾ എന്തൊരു ടച്ചിൻസിൻ്റെ ആളാണ്. അവൾക്ക് അച്ചാർ കണ്ട അവൾ വിടില്ല കേട്ടോ. അവൾ നന്നായി കഴിക്കും. അങ്ങനെ ഞാൻ നമുക്ക് ആവശ്യമുള്ള ചോറും കറികളെല്ലാം മേശം കൊണ്ടുവയ്ക്കും. ഏട്ടെടുത്ത് വീഡിയോ തോന്നുന്നു അല്ല, ഏട്ടനല്ലേ ഈ വീഡിയോ എടുത്ത്? അതിന് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ബോധം തോന്നാറില്ല വീഡിയോ എടുക്കണമെന്നൊക്കെ. പക്ഷെ ഇന്ന് എടുത്തിട്ടുണ്ട്.
ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് മോരുകറി ഉണ്ട്, കായും പയറുപ്പേരി ഉണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്, മീൻ വറുത്തതുണ്ട്, 2-3 തരം അച്ചാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും ഫുഡടി കഴിഞ്ഞു. ഞാനാട്ടോ ലാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ കൂടെ കാത്തുമുള്ള കാരണം എനിക്ക് നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റുകയില്ല. പിന്നെ ഒക്കെ അവൾ പോയതിൻ്റെ ശേഷമാണ് ഞാൻ സമാധാനത്തോടുകൂടി ഫുഡ് കഴിക്കുക. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്, ഞാൻ സമാധാനത്തോടുകൂടി ഫുഡ് കഴിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.